വയനാട് മുണ്ടക്കൈ പുനരധിവാസം ചർച്ച ചെയ്യാനായി പ്രത്യേക മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. സ്ഥലമേറ്റെടുക്കൽ, നിർമ്മാണ പ്രവൃത്തികൾ എന്നിവ സംബന്ധിച്ച് തീരുമാനം ഇന്നുണ്ടാകും. പുനരധിവാസത്തിന് സഹായം വാഗ്ദാനം ചെയ്തവരുടെ യോഗവും ഉടൻ വിളിച്ചു ചേർക്കും. ഗുണഭോക്താക്കളുടെ ആദ്യ കരട് പട്ടികയുമായി ബന്ധപ്പെട്ടുണ്ടായ പരാതികളും മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരും. പരാതികൾ പരിഹരിച്ച് ഒരു മാസത്തിനുള്ളിൽ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് സർക്കാരിന്റെ നീക്കം. വൈകിട്ട് 3:30 ഓൺലൈനായാണ് യോഗം. കളമശ്ശേരിയിൽ മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം കൂടുന്നു. നിലവിൽ 29 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ആശുപത്രിയിൽ ചികിത്സയിലുള്ള 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. പ്രദേശത്തെ കൂടുതൽ ആളുകളിലും രോഗലക്ഷണം കണ്ടതോടെ നഗരസഭയിലെ 10, 12, 13 വാർഡുകളിൽ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസം HMT കോളനി LP സ്കൂളിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. രോഗവ്യാപനത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് അധികൃതർ ശ്രമം തുടരുകയാണ്. MT വാസുദേവൻ നായരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. MT മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വിദഗ്ധ ഡോക്ടർമാർ അടങ്ങിയ മെഡിക്കൽ സംഘം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. 16-ന് പുലർച്ചെയാണ് കഫക്കെട്ടും ശ്വാസതടസ്സവും വർദ്ധിച്ചതിനെ തുടർന്ന് MTയെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെള്ളിയാഴ്ച രാവിലെ ഹൃദയാഘാതമുണ്ടായതോടെയാണ് ആരോഗ്യനില ഗുരുതരാവസ്ഥയിലേക്ക് എത്തിയത്. കട്ടപ്പനയിൽ നിക്ഷേപകൻ സാബു ആത്മഹത്യ ചെയ്ത കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കൂടുതൽ മൊഴി രേഖപ്പെടുത്തും. സാബുവിന്റെ ഭാര്യയുടെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. ബന്ധുക്കളുടെയും മക്കളുടെയും മൊഴി ഇന്നും നാളെയുമായി എടുക്കും. സാബുവിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ച ബാങ്ക് സെക്രട്ടറി റജി, ജീവനക്കാരൻ ബിനോയ്, സുജമോൾ എന്നിവരുടെ മൊഴികളും ഉടനെടുക്കും. ബാങ്ക് മുൻ പ്രസിഡന്റ് CPIM മുൻ ഏരിയ സെക്രട്ടറി VR സജി എന്നിവരിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ദുരനുഭവം സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി പോലീസിന് മൊഴി നൽകി. കേസിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ശബ്ദ സന്ദേശം റെക്കോർഡ് ചെയ്യപ്പെട്ട സാബുവിന്റെ മൊബൈൽ ഫോൺ കോടതി മുമ്പാകെ സമർപ്പിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് നേരെ ചോദ്യങ്ങളുമായി ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട. കഴിവുള്ള ഇന്ത്യൻ താരങ്ങളെ എന്തുകൊണ്ട് ടീമിൽ എത്തിക്കുന്നില്ലെന്നും ടീം തെരഞ്ഞെടുപ്പിലും നടത്തിപ്പിലും സ്വീകരിക്കുന്ന നടപടി എന്തൊക്കെയാണെന്നും ചോദ്യം. ക്ലബിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് പ്രതിഷേധമെന്നും മാനേജ്മെന്റിന് ആരാധകരോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തണമെന്നും ആവശ്യം. ലീഗിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മോശം പ്രകടനത്തിനെതിരെ മുൻപും മഞ്ഞപ്പട വിമർശനവുമായി എത്തിയിരുന്നു. പാലക്കാട് കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ നടത്തിയ സംയുക്ത വാഹന പരിശോധനയിൽ 2771 നിയമലംഘനങ്ങൾ കണ്ടെത്തി. മോട്ടോർ വാഹന വകുപ്പും പോലീസും നടത്തിയ വാഹന പരിശോധനയിലാണ് നിയമലംഘനം കണ്ടെത്തിയത്. ഡിസംബർ 17 മുതൽ 20 വരെയായിരുന്നു പരിശോധന. 3 ടീമുകളായി തിരിഞ്ഞായിരുന്നു പരിശോധന. ഇതിനു പുറമെ ജില്ലയിലെ 35 പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടന്നു. മദ്യപിച്ച് വാഹനമോടിച്ച 239 പേർക്കെതിരെയാണ് ഈ ദിവസങ്ങളിൽ കേസെടുത്തത്. ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ച ഒരാൾക്കെതിരെയും കേസെടുത്തു. വരും ദിവസങ്ങളിലും പരിശോധന തുടരും. എറണാകുളം ഒബ്രോൺ വാളിൽ സംഗീത പരിപാടിക്കിടെ തിക്കും തിരക്കുമുണ്ടായ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച ഗായകൻ സൂരജ് സന്തോഷ്. സമൂഹമാധ്യമത്തിലൂടെയാണ് ഖേദപ്രകടനം. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്താണ് പരിപാടി നിർത്തിവെച്ചതെന്നും സൂരജ് കുറിച്ചു. പരിപാടിക്കിടെ കാണികൾക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് പോലീസ് പരിപാടി നിർത്തിവെപ്പിച്ചിരുന്നു. പിന്നാലെയാണ് സൂരജിന്റെ പ്രതികരണം. തിരുവനന്തപുരം നെടുമങ്ങാട് പുതുകുളങ്ങരയിൽ നിയന്ത്രണം വിട്ട കാറ് മറിഞ്ഞ് 2.5 വയസ്സുകാരൻ മരിച്ചു. ആര്യനാട് പാറണ്ടേട് സ്വദേശി വിഷ്ണുവിന്റെയും കരിഷ്മയുടെയും മകൻ ഋത്തിക്കാണ് മരിച്ചത്. പുതുകുളങ്ങര പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത്. 2 കുട്ടികൾ ഉൾപ്പെടെ 7 പേരാണ് കാറിലുണ്ടായിരുന്നത്. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുഷ്പ 2 പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ തെലങ്കാന നിയമസഭയിൽ ഉൾപ്പെടെ ഉയർന്ന വിമർശനങ്ങളിൽ വികാരാധീനനായി നടന്ന അല്ലു അർജുൻ. വ്യക്തിഹത്യ ചെയ്യുന്നതായും തെറ്റായ വിവരങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്നും അല്ലു അർജുൻ പറഞ്ഞു. ഏതെങ്കിലും വ്യക്തിയെയോ രാഷ്ട്രീയ പാർട്ടിയെയോ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. 20 വർഷം കൊണ്ട് നേടിയെടുത്ത ബഹുമാനവും സ്നേഹവും ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടുവെന്നും നടൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മരിച്ച യുവതിയുടെ കുടുംബത്തോട് നടൻ അനുശോചനം അറിയിച്ചു.
കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം നടന്നു. ചടങ്ങിൽ വിവിധ രൂപതയിൽ നിന്നുള്ള ബിഷപ്പുമാരും ജനപ്രതിനിധികളും സഭാവിശ്വാസികളും പങ്കെടുത്തു. സിറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയസ് മാർ ക്ലിമീസ് കാത്തോലിക്ക ബാവ ക്രിസ്മസ് സന്ദേശം നൽകി. ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ സഭകളിൽ നിന്നുള്ള വിശ്വാസികളുടെയും വൈദികരുടെയും കലാപ്രകടനങ്ങളും ഉണ്ടായിരുന്നു. സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ശേഷം മഹാരാഷ്ട്ര മന്ത്രിസഭയിൽ വകുപ്പ് വിഭജനം പൂർത്തിയായി. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഇതോടൊപ്പം ഊർജ്ജ നിയമ മന്ത്രാലയങ്ങളും ഫഡ്നാവിസ് നിലനിർത്തി. ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയ്ക്ക് നഗരവികസനം, ഭവനം, പൊതുമരാമത്ത് വകുപ്പുകളാണ് ലഭിച്ചിട്ടുള്ളത്. രണ്ടാം ഉപമുഖ്യമന്ത്രി അജിത് പവാറിന് ധനകാര്യ വകുപ്പ് നൽകി. ഇതിനു പുറമെ ആസൂത്രണ, എക്സൈസ് വകുപ്പുകളുടെ ചുമതലയും പവാറിനാണ്. മന്ത്രിസഭയിലെത്തിയ BJP സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യും. ഛത്തീസ്ഗഡിൽ ബസ്തർ ജില്ലയിൽ ജഗദൽപൂരിൽ മിനി ഗുഡ്സ് മറിഞ്ഞ് 5 പേർ മരിച്ചു, 30 പേർക്ക് പരുക്ക്. മാർക്കറ്റിൽ നിന്ന് ഗ്രാമത്തിലേക്ക് മടങ്ങുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പരുക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. ആന്ധ്രയിലെ വെസ്റ്റ് ഗോദാവരി ജില്ലയിൽ യുവതിക്ക് പാർസലായി മൃതദേഹം എത്തിയ സംഭവത്തിൽ സഹോദരി ഭർത്താവിന് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി പോലീസ്. പാർസൽ കിട്ടിയ നാഗതുളസിയുടെ സഹോദരി ഭർത്താവ് ശ്രീധറാണ് മുഖ്യപ്രതി എന്ന സംശയത്തിലാണ് പോലീസ്. ഇയാൾ ഒളിവിലാണെന്നും വിവരം. വീട് നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം തേടി സമർപ്പിച്ച അപേക്ഷ പ്രകാരം വന്ന ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാണ് നാഗതുളസിക്ക് പാർസൽ കിട്ടിയത്. അജ്ഞാത യുവാവിന്റെ മൃതദേഹത്തോടൊപ്പം 1.30 കോടി രൂപ നൽകണമെന്നും അല്ലെങ്കിൽ കുടുംബം ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ള കത്തും ലഭിച്ചതായി നാഗതുളസി. മൃതദേഹം ആരുടേതെന്ന് തിരിച്ചറിയാനായിട്ടില്ല. ജർമ്മനിയിൽ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാർ ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ അപലപിച്ച ഇന്ത്യ. ഭീകരവും വിവേകശൂന്യവുമായ സംഭവമെന്ന വിമർശനം. ഇന്ത്യയുടെ പ്രാർത്ഥന ഇരകൾക്കൊപ്പമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. പരുക്കേറ്റ ഇന്ത്യൻ പൗരന്മാർക്കും കുടുംബങ്ങൾക്കും എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. അപകടത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 5 പേരാണ് മരിച്ചത്. 7 ഇന്ത്യക്കാർ ഉൾപ്പെടെ 200ഓളം പേർക്ക് പരുക്കേറ്റു. ഇതിൽ 40 പേരുടെ നില ഗുരുതരമാണ്. മധ്യകിഴക്കൻ ജർമ്മൻ സംസ്ഥാനമായ സാക്സണി അൻഹാൾട്ട് സ്റ്റേറ്റിലെ മാഗ്ഡബർഗിലാണ് അപകടമുണ്ടായത്. കാർ ഓടിച്ചിരുന്ന സൗദി സ്വദേശിയായ ഡോക്ടർ പോലീസ് കസ്റ്റഡിയിൽ. അപകടം ആസൂത്രിതമാണെന്ന സംശയത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്.